വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ജിതിൻ ഭാസ്കറിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. സംഘപരിവാർ ചെയ്യുന്ന പണിയാണ് CPIM വടകരയിൽ ചെയ്തതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വിമർശിച്ചു. അന്വേഷണത്തിൽ രാഷ്ട്രീയ താൽപര്യമെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രതികരണം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ്. വ്യക്തികൾക്ക് പുറമെ 200 ഗ്രൂപ്പുകളിലേക്ക് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് ബ്രോഡ്കാസ്റ്റ് സന്ദേശമായി പങ്കുവച്ചത് ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കർ ആണ്. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഉറവിടം സംബന്ധിച്ച് വ്യക്തതയുണ്ടാകൂ. ജിതിനെ ചോദ്യം ചെയ്താൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം. ആരാണ് കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നും യഥാർത്ഥ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിക്കലുമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ മുൻപിലുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളി. ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ പങ്കുവച്ചതായിരുന്നുവെന്നും ഇതിന്റെ യഥാർത്ഥ ഉറവിടം എവിടെ നിന്നാണ് എന്ന് കണ്ടെത്തുക അസാധ്യമാണെന്നുമുള്ള നിലയിൽ കഴിഞ്ഞ സർക്കാർ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്ന് ഷാഫി പറമ്പിൽ MP. അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോട്ടെ. ഇത് സൃഷ്ടിച്ചവരെ കൂടെ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ കാലതാമസം ആ സൃഷ്ടാവിനെ കണ്ടെത്തുന്ന കാര്യത്തിലെ തടസ്സമായി മാറണമെന്നാണ് പിണറായി വിജയന്റെ പോലീസും ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന ഒരു പണിയെ 2 കൊല്ലം ഇവർ നീട്ടിക്കൊണ്ടുപോയത് എന്തിന്റെ പേരിലായിരുന്നു? അതേസമയം അന്വേഷണ സംഘം ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ CPIM പ്രതിരോധത്തിലായി. മുതിർന്ന നേതാക്കളുടെ ഗൂഢാലോചന കൂടി കേസിൽ അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുന്നത് CPIM-നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കൊല്ലുമ്പോൾ കൊടിസുനിമാരെ സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് വർഗീയത പറയുമ്പോൾ ഇവരെ പോലുള്ള ആളുകളെ ഡിവൈഎഫ്ഐയും CPM-ഉം സംരക്ഷിക്കുന്നത്. ഒറ്റ ഉത്തരവേ അതിനുള്ളൂ, ഒറ്റ കാരണമേ അതിനുള്ളൂ. ഉണ്ടാക്കിയത് അവരാണ്, നിർദ്ദേശം അവരുടേതായിരുന്നു, നേതൃത്വം അറിഞ്ഞിട്ടാണ്. അതേസമയം അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു CPIM-ന്റെ പ്രതികരണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വ്യാജ നിർമ്മിതിയുടെയും ആവശ്യമില്ല. അതിന് ഞങ്ങൾ പിന്തുണക്കില്ല. ഒരു തർക്കവുമില്ല. അതൊക്കെ അന്വേഷിച്ചോട്ടെ. ആരും നിയമവിരുദ്ധ പ്രവർത്തനം ആര് നടത്തിയാലും അത് അന്വേഷിച്ച് കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കട്ടെ. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.